ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്ത്, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 5, ഒന്നാമത്തെ വായനാ ഭാഗം, ആവർത്തന പുസ്തകം 22. ഇവിടെ പ്രായോഗിക ജീവിതത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ചില കൽപ്പനകൾ നേരത്തെ തന്നെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുള്ളത് മോശെ വീണ്ടും ഇവിടെ ഈ ജനത്തോട് പറയുകയാണ്. അതിൽ ഈ കാളയോ ആടോ ഒക്കെ തെറ്റു വീഴുന്നത് കണ്ടാൽ അതിനെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം. അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വയ്യ എന്നൊന്നും ചിന്തിക്കരുതെന്നാണ്. അതുപോലെ സഹോദരൻ്റെ കാളയോ കഴുതയോ ഒക്കെ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും, സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അതുപോലെ വീട് പണിയുമ്പോൾ വീടിന് മുകളിൽ കൈമതിലുണ്ടാവണം. അപ്പോൾ ഈ കൈമതിലുണ്ടാവണമെന്ന് പറയുമ്പം അത് കൂരയുടെ മുകൾ വശം നിരപ്പായിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ചരിഞ്ഞ റൂഫല്ല. അപ്പം ചരിഞ്ഞ റൂഫ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിരന്ന റൂഫുള്ള വന്നിട്ട് അധികകാലമില്ല. പണ്ട് നമ്മുടെ നാട്ടിലും ഒരു 100 വർഷമൊന്നുമില്ല, അതിനുമൊക്കെ അകത്താണ് അത്തരം നിരപ്പുള്ള വീടുകൾ. അല്ലെങ്കിൽ അത് അകത്ത് നിരപ്പ് കാണുള്ളൂ, മച്ചിട്ടിട്ട്. അപ്പോൾ അവിടുത്തെ ടെക്നോളജി, റൂഫ് നിരപ്പായിരിക്കുന്ന റൂഫ് ഉള്ള ടെക്നോളജിയാണ്. അത്രയും മെച്ചപ്പെട്ട ടെക്നോളജി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആ വാക്യം നമുക്ക് സഹായിക്കും. അപ്പോൾ അതിൽ കൈവരി ഉണ്ടാകണം. കാരണം മേളിൽ കയറിയിട്ട് ആരെങ്കിലും വീണ് പോകാതിരിക്കാൻ വേണ്ടി കൈവരി ഉണ്ടാകണം. അതുപോലെ കാളയും കഴുതിയും ഒരുമിച്ച് പൂട്ടരുത്. ആട്ടുരോമവും ചണവസ്ത്രവും കൂടി കലർന്ന വസ്ത്രം ധരിക്കരുത്. അതുപോലെ പിന്നെ കാണുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ചാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷൻ പറയുകയാണ്, അവൾക്ക് കന്യാകാലക്ഷണം, അവൾ കന്യകയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോയി വന്ന് അതിനെ വളരെ അപമാനകരമായ ഒരു സിറ്റുവേഷനാണത്. പക്ഷേ ദൈവം അങ്ങനെയാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുരുഷൻ ആരോപിച്ചാൽ ആ സ്ത്രീയെ, പെൺകുട്ടിയെ പുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് അത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തക്കവണ്ണമുള്ള, അത് ശരീര പരിശോധനയല്ല, മറിച്ച് അതിൽ വെള്ളം കുടിപ്പിക്കുന്നതൊക്കെ തരത്തിലുള്ള ഒരു ഇതാണ്. അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ മാനുഷിക ഇടപെടലാണെങ്കിൽ അത് സംഭവിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ആ വ്യവസ്ഥ അനുസരിച്ച് അത് റിസൾട്ട് അത് പറയുമ്പോൾ ആകണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയെ ഒരുവൻ പിഴപ്പിച്ചാൽ അവരെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചും അവിടെ നിയമമുണ്ട്. അപ്പം അത്തരം ചില കാര്യങ്ങൾ ആണ് ഇതിനകത്ത്. വിവാഹ നിശ്ചയം കഴിയാത്ത സ്ത്രീയെ കാര്യം, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ, അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളും ചേർന്നതാണ് ആവർത്തന പുസ്തകം 22-ാം അധ്യായം. രണ്ടാമത്തെ വായനാ ഭാഗം 2-ാം അധ്യായം, ഉത്തമഗീതം. അതിൽ നമ്മൾ വായിക്കുമ്പം ഒരു സംഭാഷണ രീതിയിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യ പുരുഷനായ കഥാനായകൻ പറയുന്നത്, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. അപ്പോൾ തിരിച്ച് മൂന്നാമത്തെ വാക്യം പെൺകുട്ടി പറയുന്നതായിട്ടാണ്, മരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. അപ്പോൾ ഈ യൗവനക്കാരിരിക്കുന്നതിനിടയ്ക്ക് പ്രിയന് മാത്രമാണ് കണ്ണ്, പ്രിയന് മാത്രമാണ് ആകർഷണം, പ്രിയന് മാത്രമേ അയാൾ മെച്ചമുള്ളതായി കാണുന്നുള്ളൂ. വേറെ യൗവനക്കാരിരിക്കുന്നെങ്കിലും അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ പരവശയായിരിക്കയാൽ മുന്തിരി അട തന്ന് എന്നെ ശക്തീകരിപ്പിൻ, നാരങ്ങ തന്ന് എന്നെ തണുപ്പിൻ.
തണുപ്പിപ്പീൻ. അവൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവൻ്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, പുരുഷനായിരിക്കുന്ന, മണവാളനായിരിക്കുന്ന, കാമുകനായിരിക്കുന്നവൻ കാമുകിയോട് കാണിക്കുന്ന പ്രത്യേകതകൾ. അതുപോലെ തിരിച്ച് പെൺകുട്ടി പുരുഷനോട് കാണിക്കുന്ന പ്രത്യേകതകൾ. ആ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് പുരുഷൻ എന്ന് പറയുന്നത് ഒരു സംരക്ഷണയാണ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അത് കൊടുക്കുന്നു, ആ സംരക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്നേഹവും പരിലാളനയും വാത്സല്യവും ഒക്കെയാണ് പുരുഷന് കാമുകിയോട് തോന്നുന്ന വികാരങ്ങൾ. 10ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വേണം ഇതിനെ കാണേണ്ടത്. അങ്ങനെ കാണുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ആ റിലേഷൻഷിപ്പിൻ്റെ തീവ്രതയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ തന്നെ കാണണം. ഇല്ലാതെ മാനുഷികമായ കാര്യങ്ങളിലൂടെ പോയാൽ നമുക്ക് ഗ്രഹിക്കേണ്ടത് നന്നായി ഗ്രഹിക്കാൻ സാധ്യമാവുകയില്ല. വീണ്ടും പറയുകയാണ്, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൾ, ഞാൻ അവനുള്ളവൾ. ഇത് പ്രിയ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം, വെയിലാറി നിഴൽ കാണാതെയാകുവോളം എൻ്റെ പ്രിയനെ നീ മടങ്ങി ദുർഘടപർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കാം. അപ്പം അത് പെൺകുട്ടി പറയുന്ന. അപ്പോൾ ഈ ഒരു സംഭാഷണ രീതിയിലാണ്, ഒരു നാടകത്തിൻ്റെ സംഭാഷണം പോലെ, അല്ലെങ്കിൽ അന്യോന്യം രണ്ടുപേർ തന്നെ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് ഗാനരൂപത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്കിത് ട്രാൻസ്ലേഷൻ വന്നപ്പോഴത്തേക്ക് ഒരു ഗാനരൂപത്തിൽ ഇത് വായിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. ഇത് ഗാനമാക്കണമെങ്കിൽ തന്നെ ഇതിലെ ചില വാക്കുകളോ അക്ഷരങ്ങളോ ഒക്കെ മാറ്റി മാത്രമേ ഗാനമായി വായിക്കാനൊക്കെ ഉള്ളൂ. ഇത് ഒരു ഗാന പുസ്തകമാണ്. നമ്മളിപ്പം നമ്മുടെ വൈലോപ്പിള്ളിയുടെയും ഒക്കെ പാട്ടുകൾ ഉണ്ടല്ലോ, അതിൽ വർത്തമാനം പറയുന്ന പോലെ സംഭാഷണം ഒക്കെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള അതാത് ഭാഷകളിൽ എഴുതുമ്പോൾ മാത്രമേ അതങ്ങനെ വായിക്കാനൊക്കത്തുള്ളൂ. ഇതിപ്പം നമ്മൾ ഇന്നലെ വായിച്ച പോലെ എബ്രായ, ഗ്രീക്ക് ഭാഷകളിലൊക്കെ എഴുതിയപ്പോൾ അതിൽ ഒറിജിനലിൽ നമുക്കത് വായിക്കാൻ പറ്റും. ആ പാട്ടായിട്ട് തന്നെ പാടാൻ പറ്റും, ട്യൂണും കാണും. പക്ഷെ നമുക്കത് ആ തരത്തിൽ പാട്ടായിട്ട് പാടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ആശയം വ്യക്തമാക്കാൻ തക്കവണ്ണം അത് ട്രാൻസ്ലേറ്റ് ചെയ്തു, തർജ്ജമ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ആയിരിക്കുന്നത്. 3ാമത്തെ വായനാഭാഗം അപ്പോസ്തലപ്രവൃത്തികൾ 14-15 അധ്യായങ്ങളാണ്. അപ്പോൾ ഈ അധ്യായങ്ങളിൽ ഈ അപ്പോസ്തലപ്രവൃത്തികൾ എങ്ങനെ നടക്കുന്നു, പൗലോസിൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സ്മൂത്തായിട്ടല്ല ഈ കാര്യങ്ങളൊന്നും നടന്നിട്ടുള്ളത്. എല്ലായിടത്തും എതിർപ്പുകളും, ചെല്ലുന്ന സമയത്തൊക്കെ ഒരു സ്മൂത്തായിട്ട് പോകും എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയില്ലല്ലോ. അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടെയുള്ള യഹൂദന്മാരോ ഒക്കെ എതിർപ്പിനായിട്ട് കടന്നു വരും. അല്ലെങ്കിൽ നേരത്തെ പോയ സ്ഥലത്തെ യഹൂദന്മാർ അവിടെ എത്തും, കുഴപ്പമുണ്ടാക്കാനും കലക്കമുണ്ടാക്കാനും. അങ്ങനെ ആണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഇക്കോന്യയിലെ കാര്യം നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. അവിടുത്തെ യവനന്മാരിൽ വലിയൊരു കൂട്ടവും വിശ്വസിക്കാത്ത യഹൂദന്മാരാണെങ്കിൽ ജാതികളുടെ മനസ്സ് സഹോദരന്മാരെന്ന നേരെ ഇളക്കി വഷളാക്കി. പക്ഷേ എങ്കിലും അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ അവിടെ ആ സ്ഥലത്ത് ഇക്കോന്യയിൽ അവിടുത്തെ സമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അവമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം ഭാവിച്ചു. അപ്പോഴവിടുന്ന് അവർ ലുസ്ത്ര, ദർബെ എന്ന ലുക്കോവ്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ലുസ്ത്രയിൽ ചെന്നപ്പം അവിടെ മുഴുവനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരാളിനെ കണ്ടു. ഒരു മകനാണെന്ന് തോന്നുന്നു.
മുടന്തനാണ്, അപ്പം മകനാണ്. പൗലോസ് സംസാരിക്കുന്ന കേട്ട് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസമുണ്ട് എന്ന് തന്നെ കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാമെന്ന് ഉറക്കെ വിളിച്ചു പറയും. അവൻ കുതിച്ചെഴുന്നേറ്റ് നിന്നു. പൗലോസ് ചെയ്ത് പുരുഷാരം കണ്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് ലുസ്ത്രയിലെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് അവിടെ ബർന്നബാസിന് ഇന്ദ്രനാണെന്നും പൗലോസ് മുഖ്യപ്രസംഗിയായാൽ അവൻ ബുധനാണെന്നും ഒക്കെ പറഞ്ഞ് ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതന്മാർ കാളയും പൂമാലയും ഒക്കെ കൊണ്ടുവന്ന് അവരെ വാഴ്ത്താനും ഒക്കെ വന്നു. ഇത് കേട്ടിട്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സ്വഭാവമുള്ള മനുഷ്യരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടക്കാൻ സമ്മതിച്ചു. പക്ഷേ പല പല നന്മകളും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും ആഹാരവും ഒക്കെ നൽകിക്കൊണ്ട് ഞാൻ ഉണ്ട് എന്നും ഞാനതാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇതൊക്കെയും ചെയ്യുന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ദൈവം സാക്ഷ്യം തന്നിട്ടുണ്ട്. മഴ പെയ്യുന്നത് എല്ലാം ദൈവം ചെയ്ത് സാക്ഷ്യം തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അവർ തങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്ന കാര്യത്തെ വളരെ പ്രയാസത്തോടെ അവർ തടുത്തു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന അവിടുന്ന് അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ച് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ ശിഷ്യന്മാർ ചുറ്റി നിൽക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടി ദർബയ്ക്ക് പോയി. അവിടെ നിന്ന് ദർബയ്ക്ക് പോയി. നോക്കണേ, അവിടെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള കല്ലേറും കൊണ്ടിട്ട് അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് പിന്നെ ചികിത്സയ്ക്കൊക്കെ പോയിട്ടുണ്ടാവും. കുറച്ച് ആൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ദർബയ്ക്ക് പോയതിന് ശേഷം സംഭവിച്ചത്. അവിടെ ആ ദർബയിലും പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. അത് കിടക്കയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വയ്യാത്തപ്പോഴോ തന്നെ ആയിരിക്കും. പരിപൂർണ്ണ സൗഖ്യമായിട്ടായിരിക്കില്ല. പൗലോസിൻ്റെ സ്വഭാവം അനുസരിച്ച് പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോയിരുന്നു. വന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിച്ചു. നേരത്തെ കണ്ട ജനത്തോട് വീണ്ടും പോയി പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം, ഉപേക്ഷിച്ച് പോകരുത്, അനേകം കഷ്ടങ്ങളിൽ കൂടി മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാനൊക്കെ ഉള്ളൂ, അതുകൊണ്ട് കഷ്ടങ്ങൾ വരുമ്പോൾ ഉപേക്ഷിച്ച് പോകാൻ തോന്നും, അങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് അവിടെയുള്ള ശിഷ്യന്മാരെ മനസ്സുറപ്പിച്ചു പോകും. അവരുടെ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അല്ല, പിന്നെ അവിടെ ഇല്ലല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ കൊടുത്തിട്ട് പോകാനേ ഒക്കെ ഉള്ളൂ. കാരണം അടുത്ത സ്ഥലത്ത് വേലയ്ക്കായിട്ട് പൗലോസിനും ബർന്നബാസിനും പോകണം. പൗലോസിനും ബർന്നബാസിനെയും ആണല്ലോ ഇപ്പം ആ ടീമായിട്ട് ദൈവം ആ സഹോദരന്മാരുടെ കൈവയ്പ്പിനാൽ അയച്ചത്. അപ്പോൾ അവരെ ഭരമേൽപ്പിച്ചിട്ട് ദൈവകരങ്ങളിൽ ദൈവമേ അങ്ങ് ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞിട്ട് പോകാനേ ഒക്കുകയുള്ളൂ. പിന്നെ അവർ പ്രസിദ്ധിയിൽ കൂടി കടന്ന് പംഫില്യയിലെത്തി. പിന്നെ പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലിക്ക് പോയി. അത്തലി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. ഞങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നല്ലോ. അപ്പോൾ അന്ത്യോക്യയിലാണ് ഇവരെ യാത്ര അയപ്പിച്ച് അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ഇവരെ പ്രാർത്ഥിച്ച് കൈവച്ച് അയച്ചത്. അപ്പോൾ അന്ത്യോക്യയിൽ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ മിഷണറി യാത്ര സമാപിച്ചു എന്നാണ്. അപ്പോൾ തിരിച്ച് അന്ത്യോക്യയിൽ എത്തുന്നത് ആ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ കൂടെ കുറേ കാലം അവിടെ പാർത്തു. അപ്പോൾ പൗലോസും ബർന്നബാസും തിരികെ വന്നു. അപ്പോൾ ഒന്നാമത്തെ മിഷണറി യാത്ര അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ മാപ്പിൽ തന്നെ ചിലപ്പോൾ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ കാണും. ചിലപ്പോൾ രണ്ട് മാപ്പായിരിക്കും. 2 കളറിൽ ഒരു മാപ്പിലാണെങ്കിൽ 2 കളറിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 മാപ്പാണെങ്കിൽ വ്യത്യസ്ത കളറല്ലാത്ത പ്രിൻ്റാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് മാപ്പാകാനാണ് സാധ്യത. എന്നിട്ട് യഹൂദിയിൽ നിന്ന് ചില ആൾക്കാർ വന്നു.
നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാർ ഉപദേശിച്ചു. അപ്പോൾ ഈ ബർന്നബാസും പൗലോസും ഒന്നും ആളുകളോട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തല്ല പോകുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിന് തക്കവണ്ണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അതിലൂടെ ദൈവത്തെ മനസ്സിലാക്കുക, ഈ കാര്യങ്ങളാണ് അവർ പോയ സ്ഥലങ്ങളിലൊക്കെയും പറയുന്നത്. ഒരിടത്തും പരിച്ഛേദന സംബന്ധിച്ച് പരിച്ഛേദനയേറ്റവരാണ് ഈ പോകുന്നത്. പരിശോധനയേറ്റ ആളാണ് പൗലോസ്. പക്ഷേ ആ പരിശോധനയുടെ പ്രാധാന്യമൊക്കെ അറിഞ്ഞാണ് ചെയ്യുന്നത്. അന്നും ആൾക്കാർ ചെയ്തിരുന്നു. പക്ഷേ അവരോട്, ജാതികളിൽ നിന്ന് വന്നവരോടൊന്നും പരിശോധന ഏൽക്കാൻ അവർ പറയുന്നില്ല. പരിശോധന ഏൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലാണ്. എന്നിട്ട് അവർ വന്നവരോട് പൗലോസിനും ബർന്നബാസിനും അല്പമല്ലാത്ത വാദം ഉണ്ടായി. ഭയങ്കരമായ തർക്കവും വാദമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ തർക്കസംഗതിയെ സംബന്ധിച്ച് ഒരു തീർപ്പുണ്ടാകണമല്ലോ. അപ്പോൾ യെരുശലേമിൽ അപ്പോസ്തലന്മാരുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ഈ വഴിത്തിരിവാണ് നമ്മളെയും ഇന്ന് പരിച്ഛേദന വേണ്ട എന്ന അവസ്ഥയിൽ നമ്മളെയും നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരിച്ഛേദന ചെയ്യേണ്ടവരായിരുന്നേനെ. അപ്പോൾ അങ്ങനെ അവിടെ പോയി യെരുശലേമിൽ മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. എന്നിട്ട് 6-ാമത്തെ വാക്യം, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കം. ആളുകൾ, ഈ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും ഒക്കെ തമ്മിൽ, ഇതിൻ്റെ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ തമ്മിൽ ഭയങ്കരമായ തർക്കമുണ്ടായി. അവസാനം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണം എന്ന് ദൈവം പറഞ്ഞ കാര്യവും കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലും ഒക്കെ ആൾക്കാർ വന്നത് അവിടെ കേട്ടതും അവർ പരിശുദ്ധാത്മാവിനല്ല അഭിഷേകം പ്രാപിച്ചതും അവർ അന്യഭാഷ സംസാരിച്ചതും ഒക്കെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ല. അവിടെ അതുകൊണ്ട് നമുക്കും അവർക്കും തമ്മിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പം പരിച്ഛേദന ഏൽക്കാത്ത ആളുകൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചുവെങ്കിൽ പരിച്ഛേദന ഏൽക്കാത്ത ജാതികൾക്കും അത് ലഭിപ്പാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ ദൈവം അത് കൊടുക്കാൻ മനസ്സുണ്ട്. അപ്പോൾ അവിടെ പരിച്ഛേദന ഒരു തടസ്സമല്ല, പരിച്ഛേദന ഒരു നിയമമല്ല, പരിച്ഛേദന ആവശ്യമല്ല എന്ന് ദൈവം കൂടി സാക്ഷി നിന്നൊരു പ്രക്രിയയാണ് അവിടെ നടന്നത്. കർത്താവ് യേശുവിൻ്റെ കൃപയിൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. നമ്മളൊക്കെ പരിച്ഛേദന ഏറ്റവരാണ്. പക്ഷേ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. പരിച്ഛേദന ഏറ്റാലേ വിശ്വസിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുപോലെ അവരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവസാനം യാക്കോബ് എഴുന്നേറ്റു. യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ. പത്രോസ് വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒക്കുന്നു. അതിങ്ങനെയാണ്: അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിച്ചിരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. അപ്പം എന്നിട്ട് ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തവർ എന്നിട്ട് പൗലോസിനോടും ബർന്നബാസിനോടും കൂടി അന്ത്യോക്യയിലേക്ക് അയക്കണം എന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ഒക്കെ. അപ്പം ഈ കാര്യത്തിന് അനുകൂലമായ തീരുമാനമാണ് അപ്പോസ്തലന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരിച്ഛേദന നിർബന്ധിക്കണ്ട എന്ന ഭാഗം അങ്ങനെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. സമൂഹത്തിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യൂദായെയും ശീലാസ് അങ്ങനെ 2 പേരെയാണ് നിയോഗിച്ചത്. അവരുടെ വശം കത്ത് എഴുതി അയച്ചു.
ആ എഴുത്തിലെ വാക്യം ഇതാണ്: അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ പൗലോസിനോടും ബർന്നബാസോടും കൂടി നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. അപ്പോൾ ഈ കത്ത് പൂർണ്ണമായി വായിക്കുന്നത് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായമായതുകൊണ്ടാണ്. അത് നമ്മളെ വരെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. ആകയാൽ ഞങ്ങൾ യൂദായെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും. അങ്ങനെയാണ് കത്ത് അവസാനിക്കുന്നത്. അങ്ങനെ അവർ ശീലാസും യൂദായും അവിടെ ചെന്നു. മറ്റ് പല വചനങ്ങളാലും ഒക്കെ സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. കുറേ നാൾ അവിടെ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ തിരിച്ച് സമാധാനത്തോടെ പറഞ്ഞയച്ചു. അപ്പോൾ അവിടെ സഭയ്ക്ക് ഒരു വലിയ ആശ്വാസമുണ്ടായി. ആശ്വാസ വചനമാണ് വായിച്ചത്. അവിടെ ആശ്വാസമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ തന്നെ പാർത്തു. മറ്റു പലരോടും കൂടി കർത്താവിൻ്റെ വചന ഉപദേശവും സുവിശേഷം കൊണ്ടിരുന്നു അവിടെ തന്നെ. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം ഈ പൗലോസും ബർന്നബാസും തമ്മിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കും ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ബർന്നബാസ് ആഗ്രഹിച്ചത് മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. പൗലോസ് പറഞ്ഞത് പംഫുല്യയിൽ വെച്ച് നമ്മളെ വിട്ടുപോയ അവനെ കൂട്ടിക്കൊണ്ട് പോകണ്ട, നമ്മൾ പോയ സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ വീണ്ടും പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാദമുണ്ടായി. അപ്പം മർക്കോസ് എന്ന യോഹന്നാനെ കൊണ്ടുപോകുന്നതിനോട് പൗലോസിന് അനുകൂലമല്ലായിരുന്നു. അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. അവിടെ വെച്ച് അവർ പിരിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസ് ശീലാസിനെയും കൂട്ടി, അവിടുന്ന് വന്ന ശീലാസിനെയും കൂട്ടി ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാർ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ കിലിക്കിയ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. അപ്പം നമ്മളിവിടെ വായിക്കുമ്പോൾ വളരെ സ്നേഹത്തിലായിരുന്ന പൗലോസിനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ എല്ലാവരും പേടിക്കുകയും മാറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്ന സമയത്ത് പൗലോസിനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് ധൈര്യപൂർവ്വം ചെയ്യുന്നത് ബർന്നബാസാണ്. പക്ഷെ ആ ബർന്നബാസുമായിട്ടാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. നമുക്കിത് എപ്പോൾ വായിക്കുമ്പോഴൊക്കെയും അയ്യോ അവർ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കി പിരിഞ്ഞോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ മറ്റൊരു അതിൻ്റെ പോസിറ്റീവായൊരു കാര്യം ചിന്തിക്കേണ്ടത്, രണ്ടുപേരും ഒരേ സ്ഥലത്ത് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനം അവർ രണ്ടിടത്താണെങ്കിൽ രണ്ടിടത്തും വേല നടക്കും. രണ്ടുപേരും ശക്തരായ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ രണ്ട് മേഖലകളിൽ, രണ്ട് പ്രദേശങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനവും വേലയും നടക്കാൻ അവർ രണ്ടായി പോയത് നല്ലത് തന്നെയായി എന്നുള്ളതാണ്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അറിവ് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ പദ്ധതിയോ ദൈവത്തിൻ്റെ ആലോചനയോ ഒക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കാൻ ഇടയായത് എന്ന് കരുതുന്നതാണ് കൂടുതൽ നല്ലത്. ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സഭകളിലൊക്കെ ആയാലും നമ്മളുടെ ഇടയിലൊക്കെ ആയാലും നമ്മൾ നെഗറ്റീവ് എന്ന ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും നെഗറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അതിനകത്ത് പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളുണ്ടാകും. ഇവിടെ നമ്മൾ കാണേണ്ടത് രണ്ട് പ്രദേശങ്ങളിൽ വേല ഒരേ സമയം നടക്കുവാൻ രണ്ടുപേരും തീവ്രതയുള്ള ആൾക്കാരാണ്. ബർന്നബാസും തീവ്രതയുള്ളവനാണ്, പൗലോസും തീവ്രതയുള്ളവനാണ്. അപ്പോൾ അവരുടെ കൂടെ വലിയ വേല നടക്കാൻ. അപ്പോൾ മർക്കോസിന് അത്രയും പരിചയമുള്ള ആളില്ല ആ പ്രദേശങ്ങളെ സംബന്ധിച്ചൊന്നും. അതുപോലെ തന്നെ ശീലാസും പുതിയ ആളാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തും നേതൃത്വത്തിൽ നിൽക്കാൻ ബർന്നബാസും പൗലോസും തന്നെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വേല നടക്കാൻ ഇടയായി എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനതിൽ കാണുന്നത്. അത് അങ്ങനെ കാണുന്നത് ആയിരിക്കും നല്ലത്. ഒരു കുറ്റമായിട്ടോ തെറ്റായിട്ടോ സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചൊന്നും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നല്ലത് എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ ഇവിടെ 3 ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക്
പുതിയ വായന ഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ സംരക്ഷിതരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. വചനഭാഗങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് മാത്രമല്ല, വായിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഇതിന് അതിൻ്റെതായ ഫലപ്രാപ്തിയുള്ളൂ. കേൾക്കുകയല്ല, മറിച്ച് പുസ്തകം തുറന്നു വെച്ച് കണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ 3 വചനഭാഗങ്ങളും ഇവിടെ കേൾക്കുന്നുണ്ട്, പൂർണ്ണമായും വായിച്ച് കേൾക്കുന്നുണ്ട്. എന്നാൽ അത് പുസ്തകം തുറന്നു വെച്ച് കേൾക്കാനോ അല്ലെങ്കിൽ കേൾക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം പുസ്തകം തുറന്ന് വായിക്കാനോ അവസരം കിട്ടിയാൽ അത് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പിന്നെ പുസ്തകം വായിക്കാൻ സമയമില്ലാത്തവർക്ക്, പൂർണ്ണമായി ഒട്ടും സമയമില്ലാത്തവർക്ക് ഈ കേൾക്കുന്നതിനെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ അങ്ങനെ ആകാം. വായനയും കേൾവിയും വിശദീകരണങ്ങളും ഒക്കെ പൂർണ്ണമായും ചെയ്യുന്നത് ആയിരിക്കും ഏറ്റവും പ്രയോജനപ്രദം. പിന്നെ സമയത്തിൻ്റെയൊക്കെയും ദൗർലഭ്യം കാരണം വായന മാറ്റി വയ്ക്കുകയും കേൾവി ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആദ്യകാലങ്ങളിൽ വായിക്കാനില്ലായിരുന്നല്ലോ, കേൾവി ആയിരുന്നല്ലോ. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ കേൾവി വരുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കേൾവിയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞതും പ്രസംഗിച്ചതുമൊക്കെ കേൾവിയാണ്. കേട്ട ജനമാണ് വിശ്വസിച്ചത്. അപ്പോൾ അതുകൊണ്ട് കേൾവി മോശപ്പെട്ട കാര്യമായിട്ട് കണക്കാർ കരുതുന്നില്ല. ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കുകയും കൊച്ചു വിവരണങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പൂർണ്ണമായൊരു സത്യവിശ്വാസ സുവിശേഷത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരാം. ദൈവത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമുക്ക് മറ്റൊരു പുസ്തകങ്ങളിലോ ലോകത്ത് ഒരിടത്തോ ഏതെങ്കിലുമൊക്കെയും ദൈവങ്ങളല്ല, അവർ മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങൾ, ഒരു പുസ്തകത്തിലും ഒരു സഭയുടെയോ മതത്തിലോ ഒന്നും പറയാത്ത ബൈബിളിൽ മാത്രമുള്ള, അതുകൊണ്ടാണ് അത് ദൈവികമാകുന്നത്, ബൈബിളിൽ മാത്രമുള്ള ഒരു വാഗ്ദത്തം, ബൈബിളിൽ മാത്രമുള്ള അനുഗ്രഹം, ബൈബിളിൽ മാത്രമുള്ള വചനം, ബൈബിളിൽ മാത്രമുള്ള ദൈവം, ബൈബിളിൽ മാത്രമുള്ള ക്രിസ്തു. ഇതൊക്കെയാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ഇത് ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. ദൈവം ഇതിനകത്ത് വെച്ചിരിക്കുന്ന വാഗ്ദത്തം മറ്റ് ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല, ഒരിടത്തും കാണാനൊക്കത്തില്ല, ഒരിടത്തും മനസ്സിലാക്കാനൊക്കത്തില്ല. അത് പ്രാപിക്കാനാണ് നമ്മൾ ബൈബിൾ എടുക്കുന്നത്. അല്ലാതെ പണം കിട്ടുവാനോ സമ്പത്തുണ്ടാകുവാനോ നല്ല ജോലി ലഭിക്കുവാനോ രോഗസൗഖ്യമുണ്ടാകുവാനോ കടഭാരം മാറുവാനോ ഒന്നുമല്ല നമ്മൾ ബൈബിൾ എടുക്കുന്നത്. ബൈബിൾ എടുക്കാത്തവർക്കും ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. ലോകത്തെ സമ്പന്നന്മാർ എല്ലാവരും ഒട്ടുമിക്ക എല്ലാ സമ്പന്നന്മാരും ബൈബിൾ അറിയാത്തവരും ബൈബിൾ വിശ്വസിക്കാത്തവരും ബൈബിളിൻ്റെ ദൈവത്തിൽ അറിയാത്തവരുമാണ്. അവർക്ക് അതൊക്കെയും ഉണ്ട്, സമ്പന്നന്മാർക്ക്. അപ്പോൾ അത് ബൈബിൾ ഒരു ഘടകമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ബൈബിളിൽ മാത്രമുള്ള ഒരു റിവാർഡ്, ഒരു പ്രോമിസ്, ഒരു പ്രതിഫലം ഉള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകമായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ മറ്റുള്ള വായനാ ദിവസങ്ങളിൽ പറയാത്തതായിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.